ഗ്രിഫിൻ അഥവാ ഇല്ലാത്ത ജീവി. നിധി കാക്കുന്ന ഭൂതങ്ങളുടെ കഥ കേട്ടിട്ടില്ലേ? ഗ്രീക്ക് പുരാണത്തിലും ഉണ്ട് അങ്ങനെ കുറെ കഥകള്. ഈ ഗ്രിഫിൻ ജീവിയുടെ മുൻകാലുകളിൽ 2 എണ്ണവും പിന്നെ പകുതി ശരീരവും പരുന്തിൻ്റെതാ, പിൻകാലുകളും ബാക്കി പകുതിയും വാലും സിംഹത്തിൻ്റെത്. കൂർത്ത ചെവിയും കൊക്കും ഉണ്ട്. ചെന്നായയുടെ വലുപ്പമുള്ള ഗ്രിഫിന്റെ ജോലി രാജാവിന്റെ സ്വർണം കാക്കുക എന്നുള്ളതാണ്. ഗ്രൈഫോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഗ്രിഫിൻ എന്ന വാക്കുണ്ടായത്. വളഞ്ഞത്, കൊളുത്ത് എന്നെല്ലാമാണ് ഈ വാക്കിന്റെ അർത്ഥം. പരുന്തിന്റെ കൊക്ക് വളഞ്ഞിങ്ങനെ കൂർത്തതാണല്ലോ. ഗ്രിഫിന് പേടിയുള്ള ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? തീ. ചിറകുകള് തീയിൽ കരിഞ്ഞു പോയാലോ എന്നാണത്രേ അതിന്റെ പേടി. സ്വർണ്ണക്കൂട്ടില ഗ്രിഫിൻ മുട്ടയിടുക. ആരെയും ഉപദ്രവിക്കാത്ത പാവം ജീവികളാണ് ഗ്രിഫിനുകള്. സൂര്യദേവനായ അപ്പോളോയുടെ രഥം വലിക്കുന്നത് കുതിരകളാണ്. പറക്കാൻ കഴിയുന്ന ശക്തനായ ജീവിയായ ഗ്രിഫിനും ഈ ജോലി ചെയ്യുന്നതായി ഗ്രീക്ക് പുരാണത്തിലൊക്കെ ഉണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി 2 ഗ്രിഫിനുകളെ പിടികൂടി തന്റെ സിംഹാസനത്തിൽ കെട്ടിയിട്ടുന്നും അവയെ മെരുക്കി ആകാശത്തിലൂടെ യാത്ര ചെയ്തു എന്നൊക്കെ കഥകളുണ്ട്. ഏഷ്യൻ കഥകളിലും ഗ്രിഫിനുണ്ട്. ഗോപി മരുഭൂമിയിൽ സ്വർണം തിരഞ്ഞവരുമായി ഗ്രിഫിനുകൾ യുദ്ധം ചെയ്തിരുന്നുത്രേ. അത് കഥയാണ്. പക്ഷെ അവിടുന്ന് കിട്ടിയ പ്രോട്ടോസെറാറ്റോപ്സ് എന്ന ഡൈനോസർ ഫോസിലുമായി ഗ്രിഫിന്റെ രൂപത്തിന് സാമ്യമുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷം മുൻപ് ജീവിച്ചിരുന്നവരായിരുന്നു ഈ ഡൈനോസറുകൾ. പക്ഷെ ഗ്രിഫിൻ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്.